അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. ടെലവീവിലും ഹൈഫയിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഇറാനിൽ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ തിരിച്ചടി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഫോർദോ, നഥാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തത് B-2 ബോംബറുകൾ ഉപയോഗിച്ചാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വജിത്ത് സി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, നമുക്ക് ഇറാന്റെ തിരിച്ചടിയെക്കുറിച്ച് ആദ്യം പറയാമെന്ന് തോന്നുന്നു. ഇസ്രായേൽ സൈന്യം നൽകിയ ഏറ്റവും ഒടുവിലത്തെ വിശദീകരണം ഈ മിസൈലുകൾ ഇറാൻ ലോഞ്ച് ചെയ്തു, അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാണ്. പക്ഷേ തടുക്കാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന്. ആര്യ, അങ്ങനെ തടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ചില ദൃശ്യങ്ങളും സാധൂകരിക്കുന്ന തെളിവായി പുറത്തുവിടുന്നുണ്ട്. അതിൽ ടെലവീവിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതിൽ വലിയൊരു കെട്ടിട സമുച്ചയം തന്നെ തകർന്നിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ടെലവീവിന് പുറമെ ഹൈഫയിലും ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ, ഇറാന്റെ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒപ്പം ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അത് ഇറാന്റെ ഖൈബർ മിസൈലുകൾ, അത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് 2023 അവർ പുറത്തിറക്കിയതാണ്. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. അത് ആദ്യമായി ഈ സംഘർഷത്തിൽ 10 ദിവസത്തിനിടെ ആദ്യമായി ആ മിസൈലും പ്രയോഗിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ടെലവീവിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് ദൃശ്യങ്ങൾ സഹിതം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അത് പരിപൂർണമായി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഏറെക്കുറെ വിശ്വസിക്കാവുന്നൊരു സ്രോതസ്സുകളിൽ നിന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ടെലവീവിൽ കാര്യമായ കെട്ടിടങ്ങൾക്കുണ്ടായ നാശം, ആൾനാശം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ കെട്ടിടങ്ങൾക്ക് കാര്യമായ നാശമുണ്ടായതാണ് റിപ്പോർട്ടുള്ളത്. ഒരുപക്ഷെ ഈ അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ അതിശക്തമായ ഒരു പ്രത്യാക്രമണം ഇറാനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു വ്യാപ്തി എന്ത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ കുറച്ചുകൂടെ വ്യക്തമാവുമെന്നാണ് കരുതുന്നത്. ആര്യ, ശരി.